യുവരാജ് ഗോകുൽ, ഇവിടെ പറയാതെ പോകുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ ഇപ്പോൾ സൈനികരുടെ തോക്കിൻ കുഴലിലായിരിക്കണം നമ്മുടെ ജനതയുടെ സമാധാനം എന്ന് പറയുന്നത് പ്രാവർത്തികമായ ഒന്നല്ല. സൈനികർ തോക്കും കൊണ്ട് കാവൽ നിൽക്കുന്ന സമയത്ത് അതിർത്തിയിലല്ലാതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൈനികർ കാവൽ നിൽക്കുമ്പോഴല്ല കാശ്മീരിൽ സമാധാനം പുലരേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കൃത്യമായിരിക്കും. ഒന്നുകിൽ നമ്മൾ സേനാ വിന്യാസം ശക്തമായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ പൊതു കാഴ്ചപ്പാട്. നമ്മൾ കാശ്മീരിൽ സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാനുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. ഇതിന് സ്വാഭാവികമായും അതായത് യുദ്ധമുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിലേക്കാണോ രാജ്യം പോകുന്നതെന്ന് ആശങ്കപ്പെടുന്ന സമയത്ത്, നമ്മുടെ ജീവനുകൾ നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മൾ വൈകാരികമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, പലരുടെയും ഭൗതിക ശരീരം സംസ്കാരം നടത്തിയിട്ടില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് പറയുന്നത് പൊതുവെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ആ നിലയ്ക്ക് പരിഗണിക്കാതെ നമ്മളിൽ അതിൽ കുറച്ചുകൂടി ജാഗ്രത വേണ്ടതായിരുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. മാധു, അതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ ലഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ ചന്ദ്ര ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തണം. അതിൽ നിന്ന് തുടങ്ങി ഞാൻ മാധുവിനിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞതിനകത്ത് 1-2 ഫാക്ച്വൽ എററുണ്ട്. ആ ഫാക്ച്വൽ എറങ്ങെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നത് ഫെബ്രുവരി 14-നാണ്, 2019 ഫെബ്രുവരി 14-നാണ്. അപ്പോൾ അതിൻ്റെ 48 മണിക്കൂറിനകത്ത് അവിടെ ഒരു തിരിച്ചടിയൊന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം അകത്ത് കയറി അടിക്കുക എന്നുള്ളത് അന്ന് ഭാരതം എടുത്ത തീരുമാനമാണ്. അടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, അടിക്കുകയും ചെയ്തു. പക്ഷേ 12 ദിവസം എടുത്തു. ഫെബ്രുവരി 26-ന് മാത്രമാണ് അങ്ങനെ ഒരു റിട്ടാലിയേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന സാറിന് അറിയായിരിക്കുമല്ലോ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഇന്ന് നമ്മൾ ദേ കയറി അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കുറേ ഡ്രില്ലും എക്സസൈസും നടത്തുന്നു, അങ്ങനെയൊന്നും നമുക്ക് ആരെയും ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല ഉള്ളത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഭയപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്, നമ്മൾ ഒന്നിലധികം തവണ അവരുടെ അകത്ത് കയറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും അടിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഉള്ളൂ, അവർക്ക് യാതൊരു സംശയമില്ല നമ്മൾ അകത്ത് കയറി അടിക്കുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലൂപ്പ് ഹോൾ എല്ലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ എന്തായാലും ചില മൗനങ്ങളെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ empty vessels make noises എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഇരുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അവരോട് ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെന്നേ. ഇവിടുത്തെ മൗനത്തിന്റെ അർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ കൃത്യമായിട്ട് കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 10 ദിവസം എടുത്തിരിക്കും, ചിലപ്പോൾ 12 ദിവസം എടുത്തിരിക്കും, ചിലപ്പോൾ 3 ആഴ്ച എടുക്കുമായിരിക്കും. പക്ഷേ അടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു സംശയം വേണ്ട. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സാർ, ആ ഇൻഫർമേഷനകത്ത് കുറച്ച് പിശകുണ്ട് എന്നാണ് എനിക്ക് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് അവിടെ നടന്നിരിക്കുന്ന ഈ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങേക്ക് ഒന്ന് വിശദീകരിച്ചു തരാം. ഒന്ന് എന്ന് പറയുന്നത്, കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് 2018 തന്നെ പൂർത്തിയായതാണ് സാർ. അവിടെ 23 കിലോമീറ്റർ വരുന്ന ടണൽ വഴിയിട്ട് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ജല നദിയിലുള്ളതാണ് വെള്ളം, അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആ ഡാമിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 2021 തന്നെ ചെനാബിലുള്ള റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് റിവൈവ് ചെയ്തിട്ടുണ്ട്. തുൽബുൽ നാവിഗേഷൻ പ്രോജക്റ്റ് 2016 തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ റെഡിയാണ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാപ്പൂർ കണ്ടി ഡാം രവി നദിയിലുള്ള ഈസ് ഓൾറെഡി ഇൻ പ്രോഗ്രസ് ഇൻ 2018 ആണ്. സർപ്ലസ് റിവർ വാട്ടർ എവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. UJH മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് അത് 2020 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ഡെവലപ്മെൻറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി ബ്ലോക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണ്, അത് ഡിസ്മിസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് മന്ത്രിമാരുടെ, ഒന്ന് CR പാട്ടീലിന്റെയും ഒന്ന് നമ്മുടെ ജയശങ്കറുമായി ബന്ധപ്പെട്ട് ഇവർ 3 പേരും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, ഈ പറയുന്ന ഡെവലപ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു തിരിച്ചടി കേൾക്കാൻ കഴിയുന്നത്. അത് നാളെ രാവിലെ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നാളെ രാവിലെ അദ്ദേഹം അത് കേട്ടാൽ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു അവിടെ യാതൊരു തരത്തിലുള്ള വർക്കും നടത്തിയിട്ടില്ല, അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല
എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ്. ഇത്രയധികം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 2016 നരേന്ദ്രമോദിജി പറഞ്ഞു ബ്ലഡ് ആൻഡ് വാട്ടർ ക്യാൻ നോട്ട് ഫ്ലോ ടുഗദർ എന്ന് പറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗ്രാജ്വലി അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇത്രയധികം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന 80% വെള്ളവും ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 5-10 വർഷങ്ങൾ കൊണ്ട് നമുക്കങ്ങ് മാനേജ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളൊന്നും ഡെവലപ്പ് ചെയ്യാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അവിടെ അത്യാവശ്യം ഏതാണ്ട് ഒരു 40-50% എങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ള ഡെവലപ്മെന്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലിക്കേഷൻസ് പാകിസ്ഥാനിൽ ഉണ്ടാവും. 2, ഇനി മാധു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ, സെക്യൂരിറ്റിക്കകത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. 1, അവിടെ എന്ത് തരത്തിലുള്ള ഫെയിലിയർ ആണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇതുവരെ ബ്രീഫ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഫീഷ്യലി ഉണ്ടായിട്ടില്ല. അൺഒഫീഷ്യലി മാത്രമാണ് ഇന്നലെ ഹാരിസ് ബീരാൻ MP പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മാത്രമാണ് പുറത്തു വന്നത്. സെക്യൂരിറ്റി ഫോഴ്സസിനെ അറിയിച്ചിട്ടല്ല പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ് ആ പർട്ടിക്കുലർ ഭാഗം, അതായത് അവിടേക്ക് ഈ സെക്യൂരിറ്റി ഈ ടൂറിസ്റ്റുകളെ കയറ്റി വിട്ടിരുന്നു എന്നുള്ള കാര്യം സെക്യൂരിറ്റി ഫോഴ്സസ് അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ മാസവും കൂടി അവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി എത്തുകയും അവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യം ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഹാരിസ് ബീരാൻ MP പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോഴും ഒഫീഷ്യലി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം, ഈ അതിർത്തി മേഖലയിൽ ഇത്രയും തന്ത്രപ്രധാനമായ മേഖലയിൽ, അതും വനങ്ങൾ ചുറ്റിയ അത്രയും ദുർഘടമായ പാതയുള്ള മേഖലയിൽ, അവിടെ നാട്ടുകാർ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ടൂറിസം പ്രവർത്തനത്തിന് വേണ്ടി ടൂറിസം സന്ദർശനത്തിന് വേണ്ടി എത്തുകയും അവിടേക്ക് ഇത്രയും വലിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുകയും ചെയ്തിട്ട് അതറിയാതെ പോവുക എന്ന് പറയുന്നത്, അത് ഒരു ഇൻഡാസ് എഴുതി അറിയിച്ചാൽ മാത്രമേ സൈന്യവും മറ്റുള്ളവരും അറിയുകയുള്ളൂ. അല്ല, തീർച്ചയായിട്ടും മാധു ആ ചോദ്യത്തിനകത്ത് വളരെ റിലവൻസ് ഉണ്ട്. ഈ കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്, കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധിക്കാതിരുന്നിട്ടൊന്നുമല്ല. അകത്ത് നിന്ന് തന്നെ പലരും ഈ പറയുന്ന തീവ്രവാദത്തിനെ, ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ഡയറക്ട്ലി തന്നെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാലം അവിടെ ഇന്റലിജൻസ് സംവിധാനം ഇല്ലാതിരുന്നത് കൊണ്ടോ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടോ ഒന്നുമല്ല അവിടെ ഈ പറയുന്ന ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഇന്റേണലി പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പറയുന്ന തീവ്രവാദികൾ അവിടേക്ക് വന്നത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല. ഇനി ആ മേഖല തന്നെ തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞിട്ടില്ല, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ബ്ലണ്ടറാണ്. ഒരിക്കലും അല്ല. ഇത് ഇന്നലെ അവിടുത്തെ ഫോഴ്സിന്റെ തലവൻ തന്നെ അവിടെ വന്നിട്ട് പറയുന്ന ഓൾ പാർട്ടി മീറ്റിങ്ങിനകത്ത് അവിടെ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ മാധു. അവിടെ വീഴ്ച മാധു, അവിടെ ഒരു 10 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും അത് വീഴ്ച തന്നെയാണ്. വീഴ്ചയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? 28 സിവിലിയൻസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് വീഴ്ച തന്നെയാണ്, അല്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് വീഴ്ച തന്നെയാണ്. പക്ഷേ ആ വീഴ്ച ഏത് തലത്തിലുണ്ടായി, എങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് ആ വീഴ്ച ഉണ്ടായി എന്നുള്ള അനാലിസിസ് വളരെ കൃത്യമായിട്ട് നടക്കുക. അതിനെ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാധു, ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനം ഇരിക്കുന്ന മൊസാദിന്റെ കയ്യിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുന്ന ഹമാസ് അവിടെ കയറി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അപ്പോ യൂറോപ്പില് എല്ലാ മാസങ്ങളിലും കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ, അതിന് മുമ്പ് ഉണ്ടായില്ലേ, പാരീസിൽ ഉണ്ടായില്ലേ, ജർമ്മനിയിൽ ഉണ്ടായില്ലേ? യൂറോപ്പിന്റെ ഇന്റലിജൻസ് സംവിധാനം മോശമായിട്ടാണോ? അല്ലല്ലോ. പറയട്ടെ, പാക് ഭീകര പ്രവർത്തകർ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പാറ്റേണിലുള്ള ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തെ മാധു ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു. 7 കോടി മനുഷ്യർ 3.5 വർഷത്തിനിടയിൽ കശ്മീരിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ശക്തി കൊണ്ട് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത്. അത്രയും ഉണർന്നവർ പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഔന്നത്യം അത്ര ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 100 ദിവസം നമ്മൾ വിജയിച്ചത് കൊണ്ട് മാത്രം 101ാമത്തെ ദിവസം ചെറിയൊരു ഫോൾട്ട് വന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. നമുക്കൊരു ചെറിയ ഫോൾട്ട്, ഒരു മൈന്യൂട്ട് ഫോൾട്ട് വന്നാൽ പോലും നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഫോൾട്ട് ഉണ്ടായിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പിക്ചർ നമുക്ക് ലഭിക്കൂ.